ഹലോ, വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ചിക്കൻ കൊണ്ടാട്ടം. തികച്ചും വ്യത്യസ്തമായ ഒരു രുചിയിലും ഫ്ലേവറിലുമാണ് ഈ ഡിഷ്. ചില്ലി ഫ്ലേക്സിൻ്റെയും ചുമന്നുള്ളിയുടെയും സബോളയുടെയും ഇടകലർന്ന ഒരു രുചി. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. രുചിച്ച് തന്നെ അറിയണം. ഇതിനായി ഏകദേശം 1.5 കിലോ ഫുൾ ചിക്കൻ എല്ലോട് കൂടിയത് 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാതിരിക്കാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ലെമൺ ജ്യൂസ് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ലെമൺ ജ്യൂസ്. ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി ഏകദേശം 1 മണിക്കൂറെങ്കിലും വയ്ക്കുക. അപ്പോഴേക്കും അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് കഴിഞ്ഞിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു വലിയ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അത്രയും വെളിച്ചെണ്ണയും കൊണ്ട് നമുക്ക് ഈ ഡിഷ് തയ്യാറാക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂൺ വരെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. ചിക്കനെല്ലാം പറക്കി വെച്ച് ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് വറുത്ത് കോരുക. ചിക്കൻ വറുക്കാനായിട്ട് അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി എണ്ണ ഇറങ്ങി വന്നോളും. ഒന്ന് അടച്ച് വെച്ച് അടിവശം മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് ഇളക്കി എല്ലാ ഭാഗവും വേവിച്ച് എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനധികം ഓയിൽ നമുക്ക് വേണ്ട. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയും ഒരു 5 മിനിറ്റ് കൂടി നന്നായി കിടന്ന് വെന്താൽ എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയിടാവുന്നതാണ്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി റെഡിഷ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി അതിലുള്ള വേസ്റ്റും കൂടി റിമൂവ് ചെയ്ത് ആ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം തന്നെ കുറച്ച് കറി ലീവ്സ് ഇടുക. അത് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതൊന്ന് വഴറ്റുക. വെളിച്ചെണ്ണയിൽ കിടന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ലും ഫ്ലേവറുമാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അത് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 25 ചുമന്നുള്ളി, ഇതാണ് ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ്. 25 ചുമന്നുള്ളി നന്നായിട്ട് വട്ടത്തിലരിഞ്ഞ് മൊരിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് തന്നെ ചേർക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് സാദാ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മൊരിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ പ്യൂരി ചേർത്താലും മതി. ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക്
വറുത്ത് കോരി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടാവുന്നതാണ്. ഇട്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കുക. ഞാൻ ഇതിലൊന്നും കൂടി ഗ്രേവി കിട്ടാനായിട്ട് ഒരു 4 സബോള മൊരിച്ചതിടുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണ ചേർക്കാതെ എയർ ഫ്രയറിൽ മൊരിച്ചതാണ്. അതിൻ്റെ റെസിപ്പി ഇതിന് മുന്നിട്ടിട്ടുണ്ട്. ആ എയർ ഫ്രയറിൽ മൊരിച്ച സബോള ഇട്ട് ഇളക്കി അവസാനമായി ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ കൊറിയാൻഡർ ലീവ്സും ചേർക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. എല്ലാ മീൽസിൻ്റെ കൂടെയും ചോറ്, ചപ്പാത്തി, നാൻ, ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഇൻഗ്രീഡിയൻ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.